സോ വെൽക്കം ബാക്ക് ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ കോമിക്. നമ്മളിന്ന് ഡീമൺ സ്ലെയറിന്റെ ചാപ്റ്റർ 180 ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ നമ്മുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കാരണം ഇതുപോലത്തെ നല്ല കിഡിൽ ആനിമിക് കണ്ടന്റ്സ് ഒക്കെ ഭാവിയിൽ ഇനിയും കുറവ് വരുന്നുണ്ട്. സോ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതിൽ 4 പേരെ ഞാൻ സെലക്ട് ചെയ്യുന്നു പറഞ്ഞിരുന്നു. അതിൽ ആദ്യത്തെ ആളാണ് നൈറ്റ് സ്ലെയർ 262 ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് ബ്ലേഡ് ആൻഡ് ദി തേർഡ് വൺ ഈസ് ഹഫി ആർ ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് ടീം റോക്സ് 2.073. ഈ 4 പേർക്കും എന്റെ കൺഗ്രാറ്റുലേഷൻ. സോ നാളത്തേക്കുള്ള ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഏറ്റവും വീക്കസ്റ്റ് ഹാഷർ ആരാണ്? ഈ ഹാഷർ യൂസ് ചെയ്യുന്ന ബ്രീത്തിങ് ടെക്നിക്ക് ഏതാണ്? അങ്ങനെ ചാപ്റ്റർ തുടങ്ങുന്നത് നമ്മുടെ താഞ്ചറും കീയും മറ്റുള്ളവരുടെ മരണ വാർത്ത അറിഞ്ഞുകൊണ്ടാണ്. നമ്മുടെ കാസുഗെ ക്രോ അവർക്കുള്ള മെസ്സേജ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ താഞ്ചർക്ക് പ്രിയപ്പെട്ടവരായ പലരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പുള്ളിക്കാരനും തിരിഞ്ഞു നോക്കാൻ പോലും സത്യം പറയുന്ന സമയമില്ല. കാരണം ഒട്ടുമിക്ക എല്ലാവരും അത് തന്നെയാണ് ചെയ്യുന്നത്. അവസാനത്തെ ശ്വാസം എടുക്കുന്നവരെ നേരെ തന്നെ പൊക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. പക്ഷെ നമ്മുടെ താഞ്ചർ ഒരിക്കലും പെർഫെക്റ്റ് അല്ല കേട്ടോ. കാരണം താഞ്ചർക്ക് പലതും ഇപ്പോഴും കിട്ടാനുണ്ട്. സംഭവം എന്നാന്ന് വെച്ചാൽ നമ്മുടെ റെങ്കോക്കുന്റെ ബ്രദർ കൊടുത്ത ആ ലെറ്റർ താഞ്ചർ വായിക്കാൻ നിർത്താൻ പുള്ളിക്കാരൻ ഒരു കാര്യം മനസ്സിലാകുന്നത്. അതായത് സൺ ബ്രീത്തിംഗിൽ 13 ഫോംസ് ഉണ്ട്. ഇന്ന് നമ്മുടെ താഞ്ചർ കാട്ടെ വെറും 12 എണ്ണത്തിനെ കുറിച്ച് അറിയാവുള്ളൂ. പക്ഷെ പുള്ളിക്കാരന്റെ ധൈര്യം പുള്ളിക്കാരൻ കൈവിട്ടില്ല. 12 എങ്ങനെയെങ്കിലും മുസാനെ ഡിഫീറ്റ് ചെയ്യുമെന്ന് നമ്മുടെ താഞ്ചർ ഉറപ്പിച്ച് കണ്ട് നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് നമ്മുടെ കിറിയൊക്കെ ഒരു കാര്യം മനസ്സിലായി. അതായത് മുസാൻ ഉടനെ തന്നെ റിക്കവർ ആകും. പെട്ടെന്നാണ് പുള്ളിക്കാരൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ബാക്കിയുള്ള ഡീമ ഹണ്ടേഴ്സ്, അതായത് കുറച്ച് ഡീമ സ്ലേയേഴ്സ് ഒക്കെ ഈ മുസാൻ നിൽക്കുന്ന സൈഡിലേക്ക് എത്താറായിട്ടുണ്ട്. ഇത് തടയാനും പുള്ളിക്കാരൻ നോക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഹാഷർ വന്നിട്ട് നേരെ എൻഗേജ് ചെയ്യാൻ പുള്ളിക്കാരൻ പറയുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ഡീമ ഹണ്ടേഴ്സ് ഒക്കെ മുസാനെ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അവരുടെ ആരുടെ സോഡ് എത്താത്തതുകൊണ്ട് അവർ ചാടി മുറിക്കാനും തീരുമാനിച്ചു. പെട്ടെന്നാണ് കാസുഗെ ക്രോയുടെ ഓർഡർ അവർ കേൾക്കുന്നത്. അവിടെയുള്ള ഡീമ ഹണ്ടേഴ്സിനോട് പറയുന്നതിന് മുമ്പ് തന്നെ മുസാൻ അങ്ങനെ പുറത്തിറങ്ങി. നടക്കുന്നത് മാസക്കറാണ്. അതായത് അടുത്ത പാനലിൽ തന്നെ ഒരു ഡീമ ഹണ്ടറിന്റെ പകുതി ബോഡി തന്നെ മുസാൻ അടിച്ച് പൊട്ടിച്ച് കളഞ്ഞു. ഒരാളെ പോലും പുള്ളിക്കാരൻ വെറുതെ വിടില്ല. അവിടെ ഏകദേശം 10-20 ഡീമ ഹണ്ടേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരും മുസാൻ ഒരു ദാക്ഷിണ്യം കാണിക്കാതെ കൊന്നു കളഞ്ഞു. എല്ലാവരെയും നമ്മുടെ മുസാൻ വളരെ ബ്രൂട്ടലായിട്ട് തന്നെയാണ് അറ്റാക്ക് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നത്. നമ്മുടെ ചെറിയ സമയമായിട്ട് പുള്ളിക്കാരൻ വളരെയധികം ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട് പില്ലേഴ്സ് വരുന്നവർ നിങ്ങൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുക. എന്നാൽ ആ പരിസരത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡീമ ഹണ്ടേഴ്സിനെയും നമ്മുടെ മുസാൻ കൊന്നു കഴിഞ്ഞു. എന്തിന് ആ മെസ്സഞ്ചർ ക്രോവിനെ വരെ മുസാൻ പെട്ടെന്ന് തന്നെ കൊന്നു. ചോരെ കുളിച്ച് വരുന്ന നമ്മുടെ മുസാൻ പറയുന്നുണ്ട്, നീ ഇത്രയും വർഷം ജീവിച്ചിട്ട് പോലും ഈ ഫുഡിന്റെ ഒരു ടേസ്റ്റ് നീ മറന്നുപോയി. എനിക്ക് വിശപ്പുള്ളവരാണോ എന്ന് അറിയാൻ പറ്റില്ല. ഞാൻ കഴിക്കുന്ന എല്ലാം വളരെയധികം രുചികരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്ന് നമ്മുടെ മുസാൻ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തമയോസിന്റെ തലയും പിടിച്ചു വെച്ചിട്ടുണ്ട് തന്നെ ഉപേക്ഷിക്ക് പുള്ളിക്കാരൻ നന്ദി പറയുന്നുണ്ട്. കാരണം ഇത്രയധികം ഫുഡാണ് മുസാന് കൊണ്ട് ഉപേക്ഷിക്ക് കൊടുത്തതെന്ന്. ഉപേക്ഷിക്ക് നിന്റെ മകളാണോ മകനാണോ എന്ന് അറിയാൻ പറ്റില്ല. എന്തായാലും ഈ ഓർഡർ കൊടുക്കുന്നവരെല്ലാവരും എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു ചാൻസ് കൊടുക്കാം. കാരണം അവരെന്റെ ഫ്രണ്ടിൽ തല കുറിച്ച് ഇന്ന് കഴിഞ്ഞാൽ ഞാൻ അവരെ ഡീമനാക്കി മാറ്റിക്കോളാം. എന്നിട്ട് നമ്മുടെ കിറിയ ഓർഡർ കൊടുക്കുന്നുണ്ട്. ഒരു ടീം ഹണ്ടേഴ്സിലേക്ക് പോലും മുസാൻ എടുത്തിട്ട് വിടില്ല. കാരണം മുസാൻ പുള്ളിക്കാരൻ ഫുൾ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ തമയോസിലേക്ക് മുസാൻ പറയുന്നുണ്ട്, നീ മനസ്സിലാക്കാൻ കുത്തിവെച്ച ആ ഡ്രഗ് ഒന്നും എൻ്റെ മേത്ത് എന്തായാലും എടുത്തിട്ടില്ല കേട്ടോ. പതുക്കെ പൊടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തമയോസാനം പറയുന്നുണ്ട്, മുസാൻ നീ ഇന്ന് എന്തായാലും നരകം കണ്ടിരിക്കും. ഏകദേശം 100 കണക്കിന് ആൾക്കാരാണ് ഇതിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇതുവരൊന്നും കണ്ടിട്ടില്ല. അപ്പൊ നമ്മുടെ തമയോസൻ ചോദിക്കുന്നുണ്ട് പുള്ളിക്കാരുടെ ഹസ്ബൻഡിന്റെ പിള്ളേരൊക്കെ തിരിച്ചു കൊടുക്കാൻ. ഓക്കെ നീ ഇപ്പൊ തന്നെ മരിച്ചേക്ക്, എന്നിട്ട് നിന്റെ വീട്ടുകാരുടെ കൂടെ പൊക്കോളാന്നും പറഞ്ഞുകൊണ്ട് തമയോസന്റെ തല ഞെരുക്കി നമ്മുടെ മുസാൻ പൊട്ടിച്ച് കളയുവാണ്. യൂഷർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലായി. പുള്ളിക്കാരൻ നേരെ താഴത്തേക്ക് വീഴുന്നുണ്ട്. പുള്ളിക്കാരൻ ദേഷ്യം കാരണം അവിടുത്തെ നിലവൊക്കെ പൊളിച്ചിന് കൈകൊണ്ട് എടുക്കുന്നുണ്ട്. പതുക്കെ പുള്ളിക്കാരൻ ഒരു ഡിമോണിക് ഫീൽ പുറത്തേക്ക് വരുന്നുണ്ട്. അടുത്ത പാനലിൽ ഒരു മാസക്കറാണ് കാണാൻ സാധിക്കുന്നത്. കാണുന്ന ഓരോ ഡീമ ഹണ്ടേഴ്സിനും മുസാൻ ഒരു ദാക്ഷിണ്യം കാണിക്കാതെ വലിച്ച് കീറി 2 കഷ്ണമൊക്കെ ഉണ്ട്. ലൈക്ക് പേപ്പർ വെട്ടുന്ന പോലെയാണ് മുസാൻ ഓരോരുത്തരും വെട്ടിക്കൊല്ലുന്നത്. നമ്മുടെ കിറിയായിട്ട് പുള്ളിക്കാരൻ വളരെയധികം ടെൻഷനാണ്. പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട് ഗിയു ഒന്നും അവിടെ എത്താറായിട്ടില്ലേ. പക്ഷെ നമ്മുടെ ഗിയുവും താഞ്ചറും വേറെ ഡയറക്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഡീമ ഹണ്ടേഴ്സ് ഓരോരുത്തരായി മരിച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ കിറിയ സമയത്താണെങ്കിൽ പുള്ളിക്കാരൻ ഭയങ്കര ടെൻഷൻ കൂടി ഇങ്ങനെ നിൽക്കുവാണ്. പല ഡീമ ഹണ്ടേഴ്സിന്റെ ശരീരമൊക്കെ മുറിഞ്ഞ് ചോര കുളിച്ച് ഒരു പാനലിൽ കിടപ്പുണ്ട്. അവിടെ തന്നെ മുസാൻ പറയുന്നുണ്ട് എന്തായാലും ഇന്നത്തേക്ക് മതി. എന്നിട്ട് നമ്മുടെ മുസാന്റെ ആ ഡിമോണിക് ആയിട്ടുള്ള ഒരു രൂപം കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരന്റെ ശരീരത്തെ മുഴുവൻ കുറെ പല്ലുകളും ചോരയും ഉണ്ട്. മുസാൻ പറയുന്നുണ്ട് അവസാനമായപ്പോൾ ഒരുത്ത പോലും എനിക്ക് എന്തായാലും ഉപകാരം ഉണ്ടായിട്ടില്ല. ഇത് റെഫർ ചെയ്യുന്നത് നമ്മുടെ അപ്പർ മൂൺസിനാണ്. ഒരു കാര്യം എന്തായാലും ചെയ്യാം, ഇന്ന് രാത്രി ഞാൻ തന്നെയല്ല ഡീമ ഹണ്ടേഴ്സിനെ കൊല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്റർ അങ്ങനെ ഇവിടെ അവസാനിച്ചു. ഇനി ഫൈനൽ ബാറ്റിലേക്ക് നമ്മൾ കടക്കാൻ പോകുകയാണ്. അതായത് മുസാൻ വേഴ്സസ് ഓൾ അതേഴ്സ് ആണ് ഇനി കാണാൻ പോകുന്നത്. സോ ഇനി ഇറങ്ങാൻ പോയിരിക്കുന്ന ഓരോ ചാപ്റ്റേഴ്സും വളരെയധികം പ്രഷ്യസ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അതൊന്നും മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്.